കളെ ഇപ്രാവശ്യം നമ്മുടെ ആപ്പിൾ ചാമ്പ നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട്. മരം നിറയെ കായ്കളാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ആപ്പിൾ ചാമ്പ കായ്ച്ചപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, നഴ്സറിക്കാരുടെ തള്ളു കേട്ട് ഈ ഒരു ആപ്പിൾ ചാമ്പ വെറുതെ വാങ്ങി വെക്കരുത്, നിറയെ പുഴുക്കളാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു, അത് മഴക്കാലമായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ചുട്ടുപൊള്ളുന്ന വേനൽക്കാലമാണ്. ഈ വേനൽക്കാലത്താണ് നമ്മുടെ ഈ ഒരു ആപ്പിൾ ചാമ്പ കായ്ച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ, ഇതിൽ പുഴു ഉണ്ടോ എന്ന്, നമുക്ക് ഭക്ഷ്യയോഗ്യമാണോ എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം മൂത്ത ഒരു കായതാ പറിക്കുകയാണ്. ഇതെന്നെ ഇങ്ങോട്ട് പറിച്ചു, ഒരെണ്ണം പറിച്ചു. ലൈവായിട്ട് കാണിച്ചു തരാം കേട്ടോ. പെടക്കണ പുഴു കേട്ടോ, പെടക്കണ പുഴു കണ്ടോ, പെടക്കണ പുഴു കണ്ടോ, കണ്ടില്ലേ? ഇതാണ് അവസ്ഥ. നേഴ്സറിക്കാരെ വെറുതെ അങ്ങോട്ട് തള്ളി മറിക്കും. ഇതങ്ങനെയാണ് ഇങ്ങനെയാണ് അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടോ. എത്ര വലിയ പുഴുവാണ് വരുന്നത് നോക്ക്. ആ പുഴുവിൻ്റെ മുട്ടയാണ് ഇത്. ഇതാ കണ്ടോ, ഇത്രയും വലിയ പുഴുവാണിത്. ഇനി നമുക്ക് വേറൊരെണ്ണം എടുത്ത് കടിച്ചു നോക്കട്ടോ. ഏകദേശം ഇതാണ്, ഏകദേശം പഴുപ്പായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് എടുത്തു നോക്കാം നമുക്ക് എന്താ അവസ്ഥ എന്ന്. ഇതാന്ന് കടിച്ചു നോക്കണേ. പുഴുവിൻ്റെ ഒരു കൂട്ടാണ് ഇത്. കടിച്ച് കാണിക്കണം എന്താ വെച്ചാൽ വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല ഇപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇത് കടിച്ച് മാത്രം കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരുന്നു. അപ്പം ഇനി അടുത്തത് നമുക്ക് വേറെ എവിടെയും നോക്കാം. ഇനി നമ്മൾ ഇതൊന്നൊന്ന് സെലക്ട് ചെയ്യേ. ഓക്കെ, ഇതെടുത്തുട്ടോ. ഇത് ഞാൻ അതേപോലെ കടിച്ച് കാണിച്ചേ. ഇതിൽ നമ്മൾ കൃത്യമൊന്നും കാണിക്കണില്ല, ലൈവായിട്ടുള്ളത് കാണുക കേട്ടോ. കണ്ടില്ലേ, കിടക്കണ കണ്ടോ, കണ്ടില്ലേ? ഇതാണ് അവസ്ഥ കണ്ടോ. നമ്മുടെ കേരളത്തിൽ അനുയോജ്യമായ പഴം എന്ന് പറഞ്ഞാൽ ഒന്ന് റംബുട്ടാൻ, മാംഗോസ്റ്റിൻ, സപ്പോട്ട, മാങ്ങ ഐറ്റംസ്, ഇതൊക്കെയാണ് നമ്മുടെ കേരള കാലാവസ്ഥയിൽ നമുക്ക് ഭക്ഷ്യയോഗ്യമായ സംഭവങ്ങൾ. ഈ മലേഷ്യൻ ചാമ്പ, ഈ ആപ്പിൾ ചാമ്പ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അല്ലേ, ഇതൊക്കെ നമ്മുടെ തൊടി പരിസരം വൃത്തികേടാവാനായിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് ഇനി ഇതാരെങ്കിലും വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതൊന്ന് വെച്ച് നമ്മുടെ സമയം കളയണ്ട, നമ്മുടെ സ്ഥലവും കളയണ്ട. അതേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ.